ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ കടിഞ്ഞാണ് നഷ്ടപ്പെട്ട് സമൂഹത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ നേരത്തെ സമൂഹത്തിനിടയിൽ വലിയ വേദികളിൽ സംസാരിക്കുകയും നമ്മളൊക്കെ ആവശ്യപ്പെടുത്തുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ചില വിഷയങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്തകളുടെ മിത്തമയുടെയും മുഷാവറക്കുമെതിരെ സമാന്തരമായും മറ്റും പല പേരുകളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും, എന്നാൽ പൊതുസമൂഹം അത് തിരിച്ചറിയുകയും ഈ ആളുകളെ അകറ്റി നിർത്തുകയും ചെയ്തപ്പോൾ എവിടൊക്കെ വേദി കിട്ടുമോ അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ വന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സ്റ്റേജും പേജും ഉണ്ടാക്കി, അല്ലെങ്കിൽ വാർത്താ മീഡിയകളുടെ മുന്നിൽ പുതിയ മുഖങ്ങളായി ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, കളന്ത ടീം. അതിൻ്റെ ഭാഗമായി പരമാവധി ജനങ്ങളിടയിൽ ഞങ്ങളും ലൈവാണ് എന്ന് വരുത്തി തീർക്കാൻ മിനിറ്റിന് പത്രസമ്മേളനവും മറ്റും വിളിച്ച് സമൂഹത്തിൻ്റെ കയ്യടി വാങ്ങാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാലികമായ പല വിഷയങ്ങളിലും സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭംഗിയായ അതിൻ്റെ ദഅവത്ത്, അതിൻ്റെ ആദർശം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഗൂഢമായ പല തന്ത്രങ്ങളും മെനഞ്ഞ് നടക്കുന്ന ഈ ടീം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മാർച്ച് സംഘടിപ്പിച്ചു, രാജ്ഭവൻ മാർച്ച്. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ട ഈ വിഭാഗം വീണ്ടും ഒരു മുഖംകടലിലേക്കാണ് എത്തിപ്പെട്ടത്. വലിയ സംഭവമായി പ്രചരണം നടത്തി ആളുകളൊക്കെ ചട്ടം കെട്ടിച്ച് പലയിടങ്ങളിൽ നിന്നായിട്ട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ വിഭാഗം കരുതിയതുപോലെ ജനങ്ങളോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ലഭിച്ചില്ല. അവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട അതിൻ്റെ സൂത്രധാരകൻ നമ്മുടെ പ്രിയപ്പെട്ട പൂക്കോട്ടൂർ സാഹിബ് പ്രസംഗിക്കുകയാണ്. ആ വേദിയൊന്നും നിങ്ങൾ കണ്ടുനോക്കണം. പണ്ടൊക്കെ പൂക്കോട്ടൂർ സാഹിബ് പ്രസംഗിക്കാനുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സുന്നികൾക്കൊരു ആവേശമായിരുന്നു, ഒരു പ്രത്യേക ഊർജ്ജമായിരുന്നു നമുക്കൊക്കെ. ഇന്നിപ്പോൾ ആളുകളൊക്കെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പ്രയാസത്തിലാണ്. കാരണം ഒന്നുമല്ല, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് എതിരെ കളിച്ചാൽ ജനമനസ്സിൽ യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വലിയൊരു കോലാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഈ പരിപാടിക്ക് വേണ്ടി ചട്ടം കെട്ടിച്ച് കൊണ്ടുപോയ അതിൻ്റെ സംഘാടകരായ ആളുകളുടെ പ്രതികരണമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഓഡിയോ ഒന്ന് നിങ്ങളൊക്കെ കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും. സിദ്ദീഖ് മുസ്ലിയാരെ, ആദ്യം ഒരാൾ ആ ഗ്രൂപ്പ് അടച്ച് കേട്ടാ, SMM എന്ന് പറഞ്ഞ് ഉള്ളൊരു ഗ്രൂപ്പ് അടച്ച്, പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അടച്ച്. പരിപാടി വളരെ നാറിപ്പോയി. അതായത് ആദ്യം ഒരാൾ വന്ന് ഗ്രൂപ്പിൽ ചോദിച്ച്, ഞങ്ങൾ ബസ്സും പിടിച്ച് അവിടെ വന്നപ്പോൾ ഏതോ തിരുവനന്തപുരം ജില്ലയിൽ ഇത് തിരുവനന്തപുരം ജില്ലക്കാർ നടത്തണ വേറൊരാൾ വോയിസിട്ടേക്കണ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ പിള്ളേർ നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും ആളുണ്ടായിരുന്നു. ജനപങ്കാളിത്തമില്ല. അത് കൂടത്തായും അവിടെ നിന്ന് മറ്റേ ഷാഫി ഹാജിയാരും മറ്റേ പൂക്കോട്ടൂനും കൂടെ അവിടെ വന്നപ്പോഴേ അവർ വിചാരിച്ചിപ്പോൾ തിരുവനന്തപുരം അങ്ങ് ഇളക്കി മറിക്കുമെന്ന്. തിരുവനന്തപുരം ഇളകി പറയണമെങ്കിൽ സിദ്ദീഖ് മുസ്ലിയാരും തിരുവനന്തപുരം ജില്ലയിലെ ജമിയത്തുൽ ഉലമയൊക്കെ ഉദ്ദേശിക്കണം. അവരെ ഈ കറാമ്പറപ്പൊക്കെ കാണിച്ചിട്ടേ എന്നിട്ട് കൂടത്തായി വിടൽ, ഞാൻ കൂടത്തായിയുടെ വോയിസിൽ ഇട്ടുകൊടുത്ത്, താഴത്തത് ഇതുപോലെ ഇട്ടുകൊടുത്ത്, ഇത് ഷരീഫ് ധാർമ്മിക്കും ഇട്ടുകൊടുത്ത്. നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ മുകളിൽ കിടക്കുന്ന എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ എഴുതി ഇട്ടിട്ട് അവൻ ആ SMM എന്ന് പറഞ്ഞ അതിനുവേണ്ടി തുറന്ന അതേ ഗ്രൂപ്പിൽ അതിൽ നിന്ന് എടുത്ത് ഷരീഫ് ധാർമ്മിക്ക് ഇട്ടുകൊടുത്തു. കൂടത്തായിയുടെ താഴത്തെ വിടലും കള്ളം, പച്ച കള്ളം പറയുന്നത് ഇട്ടുകൊടുത്ത്. ഇനി ഇത് ഗ്രൂപ്പിൽ പോവും. ഇവനൊക്കെ മനസ്സിലാക്കണം, സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനെ തകർക്കാനും പൊളിക്കാനും ഇവനെയൊക്കെ ഈ അസാസീലിൻ്റെ പണികളെടുത്ത് നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ദീനും അള്ളാഹുവിൻ്റെ അഖീദയും പറഞ്ഞ് ജനങ്ങളെയൊക്കെ നന്നാക്കാൻ നോക്കാനുള്ള ഇവനെയൊക്കെ കുറച്ച് ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയും കൊണ്ടുവന്ന് ഇവിടെ PDP കാരും SDP കാരും ഇവിടെ കുറേ മതപ്പാർട്ടികളുണ്ടല്ലോ, ഈ മതപ്പാർട്ടിയെ മാത്രം പിടിച്ചിട്ട് അവർ കഷത്ത് വെച്ചിട്ട് എന്തിനു കൊണ്ടുവന്നു ഇവിടെ? അതായത് അപ്പൊ ബോധമുണ്ട് മനുഷ്യനിക്ക്, ബോധം വിഴുന്നുപോയി. ഇനി നടക്കൂല കളിയൊന്നും. മാരെ ചെവി പിടിച്ച് മാറ്റി നിർത്തിയിട്ട് സമസ്ത കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ വക്കം കിഴക്കേ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയാണ്.
ഞങ്ങളും ഒരു ബസ് പിടിച്ച് നമ്മളെ പരമാവധി ആൾക്കാരെയും കൊണ്ട് അവിടെ എത്തിയിരുന്നു. പക്ഷേ പൊതുവേ നമ്മുടെ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുടെ ഒരു കുറവുണ്ടായിരുന്നു. പരിപാടി കുറച്ചുകൂടെയൊക്കെ ഗംഭീരമാക്കാമായിരുന്നു, അതിനുള്ള സമയമുണ്ടായിരുന്നു. സംഘാടകരുടെ വീഴ്ച കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ചുകൂടെ ജനപങ്കാളിത്തം നടത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നടത്തേണ്ടിയിരുന്നത്. എങ്കിലും എന്തായാലും പ്രതീക്ഷിച്ച അത്ര വിജയം കണ്ടതായി തോന്നുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന പലർക്കും ഇതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചാണ് ഞങ്ങളവിടെ എത്തിയത്. എന്തായാലും തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളെല്ലാം പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് തിരിച്ചത്. ഓക്കെ, അസ്സലാമു അലൈക്കും.